നമസ്കാരം, ഏവർക്കും പേഴ്സ്യൂ ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് മാനസിക ആരോഗ്യം, പിന്നെ ശാരീരിക ആരോഗ്യം അഥവാ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. പേഴ്സ്യൂ ഹാപ്പിനെസ്സിൻ്റെ ക്രിയേറ്ററായ ഡോക്ടർ ശ്രീജിത്ത് എം ചെറുവിളാകം ട്രിവാൻഡ്രത്തെ ഡിസ്റ്റിങ്വിഷ്ഡ് കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റാണ്. അദ്ദേഹത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. കൂടുതൽ കാര്യങ്ങൾക്കായി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. പറയൂ ഡോക്ടർ. ഹലോ, ഞാൻ ഡോക്ടർ ശ്രീജിത്ത് എം ചെറുവിളാകം, കൺസൾട്ടൻറ്റ് ഇൻ സൈക്കാട്രി ആൻഡ് ബിഹേവിയറൽ മെഡിസിൻ. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അതായത് മാനസികാരോഗ്യവും അതിൻ്റെ പ്രാധാന്യവും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രാധാന്യം അല്ലേ? ഇപ്പോൾ എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാനസികാരോഗ്യം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഇന്ന് സംസാരിച്ചില്ലെങ്കിൽ ഈ വരുന്ന തലമുറ അതിന് തേടിയെത്തും. അപ്പോൾ അതിന് തുടക്കമായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ സംസാരിച്ചു തുടങ്ങാം. സോ ഡോക്ടർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും. മാനസിക ആരോഗ്യം എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതെന്താണെന്ന് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് വരാം. തീർച്ചയായിട്ടും. ഇപ്പോൾ മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? മനസ്സിൻ്റെ ആരോഗ്യം. ഓക്കെ. എപ്പോഴാണ് മനസ്സ് നല്ല ആരോഗ്യമുള്ളതാണ് എന്ന് പറയുന്നത്? ഇപ്പം ശരിക്കും അത് പറയുന്നത് സൈക്കോ സോഷ്യൽ വെൽബീയിങ് എന്നാണ്. അതായത് സൈക്കോ സോഷ്യൽ വെൽബീയിങ്, അതായത് മനസ്സിന് ഡെസിഫർ ചെയ്യട്ടെ. സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സിനോട് സംബന്ധിച്ച്, സോഷ്യൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇടപാടുകൾ, അങ്ങനെ നമ്മുടെ പെരുമാറ്റം. നമ്മുടെ മനസ്സ് വളരെ ആരോഗ്യപരമാണ്. നമ്മൾ ചിന്തിക്കുന്ന രീതി, നമുക്ക് ഫീൽ ചെയ്യുന്ന രീതി, നമ്മുടെ പ്രവൃത്തി, ഇതാണല്ലോ നമ്മുടെ മനസ്സ് ഫിറ്റാണ്. നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നു, അപ്പം നമ്മൾ സ്ട്രോങ് ആണ് അല്ലേ? നമുക്ക് സൈക്കോളജിക്കലി ഫിറ്റാണെന്ന് പറയാം അല്ലേ? മനസ്സ് ആരോഗ്യമുണ്ട് ആ ഒരു രീതി. പിന്നെ ഉള്ളത് സോഷ്യൽ, അതായത് നമ്മൾ ഫിറ്റാണ്, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു, റൈറ്റ്? മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപഴകലും വളരെ. ഡോക്ടർ, ഈ സൈക്കോ സോഷ്യൽ ഫിറ്റ് എന്ന് പറയുന്നത് ഇതൊരു സർട്ടിഫിക്കറ്റ് പോലെയാണോ? എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായ ഫിറ്റ്നസ് ഇല്ലേ? അപ്പം കോമൺ ആയിട്ടുള്ളൊരു ഗ്രൗണ്ടല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പോൾ മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ അതിനെ എങ്ങനെ കാണും എന്ന് പറഞ്ഞാൽ സോഷ്യലി നമ്മൾ ഒരു നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് അതാണ്. അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറാൻ പറ്റുക. ഇപ്പം ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ആളത് ക്രൂരമായി പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ കളിയാക്കി പറഞ്ഞു, അതൊരു കുഴപ്പമായിട്ട് നമുക്ക് തോന്നുന്നത് മനസ്സിലാവുന്നു ഡോക്ടർ. അതേസമയം ഒരാൾ പറഞ്ഞു, അതാളുടെ രീതി, ആ ആൾ പറയുന്ന രീതി, ആ ആളുടെ കാര്യങ്ങളെ കാണുന്ന രീതി, അത് വ്യത്യസ്തമായ രീതിയിലാവാം. ഈ പറയുന്ന ഫിറ്റ് ഇല്ലേ, സൈക്കോ സോഷ്യൽ ഫിറ്റ്, അതായത് ഈ പറയുന്ന ആളുടെ മനസ്സിൽ തോന്നുന്ന ഒരവസ്ഥയാണോ, അതോ ഈ പറയുന്ന ആള് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇദ്ദേഹത്തിനോട് തോന്നുന്ന ഒരു അവസ്ഥയാണോ ഈ ഫിറ്റ്? എന്താണിത്? രണ്ട് പെർസ്പെക്റ്റീവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും അങ്ങനെ ആണെങ്കിൽ എല്ലാവരും ഫിറ്റാണ് അല്ലേ? അപ്പം ഞാൻ എൻ്റെ ഫിറ്റ്നസ് പറയുകയാണെങ്കിൽ ഞാൻ സൈക്കോളജിക്കലി അല്ലെങ്കിൽ സോഷ്യലി ഫിറ്റാണ് എന്ന് പറയണമെങ്കിൽ വേറൊരാൾ പറയുന്നതിനെ ഞാൻ എങ്ങനെ എടുക്കുന്നു അല്ലേ? അല്ലെങ്കിൽ ഒരു സംഭവത്തിനെക്കുറിച്ച്, ഒരു സംഭവം സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് ഞാൻ എന്ത് ചിന്തിക്കുന്നു, അതനുസരിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നു, എൻ്റെ പെരുമാറ്റം അതനുസരിച്ച് കറക്റ്റാണോ അല്ലേ റോങ് ആണോ? അതെങ്ങനെ ഡോക്ടർ, എങ്ങനെയാണ് നമുക്ക് ഒരാൾ, പലർക്കും പല സ്വഭാവമല്ലേ, ഒരാൾ എന്തെങ്കിലും, ഇപ്പോൾ ഡോക്ടർ എന്നോട് എന്തെങ്കിലും ശകാരിച്ചെന്ന് വെച്ചോ, അപ്പം ഞാനത് എടുക്കുന്ന രീതി പല ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. പക്ഷെ എനിക്ക് കിട്ടുന്നില്ല എങ്ങനെയാണ് അത് ഫിറ്റ്. ഇപ്പം ഞാനിപ്പോൾ എന്നെ തന്നെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ പെരുമാറ്റം അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ആം ഐ ക്വാളിഫൈഡ് ടു അനലൈസ് മൈ സെൽഫ്? ഇതിപ്പോൾ നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യുന്നത് പോലുള്ളതല്ല. ഓക്കെ. പറഞ്ഞല്ലോ, മറ്റൊരാൾ പറയുന്നതിനെ എങ്ങനെ തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. ഓരോരുത്തരും ഓരോ രീതിയിൽ പെരുമാറുന്നു.
ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. മനസ്സിലായ. അതിനെ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചും അവരവരുടെ ജീവിതാനുഭവങ്ങൾ അനുസരിച്ചും ജീവിതത്തിൽ ഏതൊക്കെ തലങ്ങളിൽ അവർ ജീവിച്ചിട്ടുണ്ട്, ഇതിനൊക്കെ ഉപരി ആ ആളുടെ സ്വഭാവ രീതി, ആളുടെ വ്യക്തിത്വം, ഇതിനെയൊക്കെ ആസ്പദമാക്കിയാണ് ഒരാളുടെ പെരുമാറ്റം വരുന്നത്. ഒരാളുടെ നമ്മള് ഇപ്പം മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ അതിനെ എങ്ങനെ ശരിയായി എടുക്കുന്നു, അല്ലേ? ശരിയായി എടുക്കുന്നു. അത് മറ്റുള്ളവർ പറയുന്നത് മാത്രമല്ലല്ലോ, മറ്റുള്ളവരുടെ സംസാരം ശരിയായി എടുക്കുന്നത് മാത്രമല്ല, അത് സോഷ്യൽ മാത്രം. നമ്മളെക്കുറിച്ച് തന്നെ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ നമ്മളൊക്കെ അത് ഫീൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അപ്പോഴാണ് നമുക്കൊരു സ്റ്റഡി, അതായത് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാകും, അല്ലേ? അതെ. സങ്കടങ്ങൾ വരാതെയോ അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസിലോ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ലതായി തോന്നുന്നു, നമ്മൾ കൊള്ളാം എന്ന് തോന്നുന്നു, കാര്യങ്ങൾക്കുള്ള ഒരു ഇമോഷണലി ബിലീഫ്. അതെ, നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഇപ്പം മനസ്സ്, അല്ലെ? മനസ്സ് എന്നുള്ളതിന്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മനസ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. അപ്പം മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം മനസ്സ് എന്താണെന്നുള്ളതിന്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞു അതൊരു സോഫ്റ്റ്വെയറും ഹാർഡ്വെയർ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ബ്രെയിനിൻ്റെ പല ഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് മനസ്സെന്നുള്ളത്. അതിനേക്കാട്ടിലും കുറച്ചുകൂടെ മനസ്സിൻ്റെ പ്രാധാന്യം പറയണമെങ്കിൽ എനിക്ക് വേറൊരു രീതിയിൽ അത് പറയുന്നതായിരിക്കും എനിക്ക്. അതായത് മനസ്സ് എത്രത്തോളം പ്രധാനമാണ്, മാനസികാരോഗ്യം എത്രത്തോളം പ്രധാനമാണ് എന്നൊന്ന് ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ, അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മാനസികാരോഗ്യം എന്താണെന്ന് പറഞ്ഞു. മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ, അതായത് ഇപ്പം നമ്മുടെ ജീവിതത്തിനെ ഒരു യാത്രയായിട്ട് സങ്കല്പിക്കുക. ഒരു ജേണി, ലൈഫ് ആസ് എ ജേണി. നമ്മൾ ഓരോരുത്തരും ഈ യാത്രയിൽ കടന്നു പോകുന്ന വാഹനങ്ങളാണെന്ന് വെച്ചോ. ഓരോ മനുഷ്യരും നമ്മൾ കടന്നു പോകുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ആ വാഹനത്തിൻ്റെ എഞ്ചിനാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, ശാരീരികാരോഗ്യം. ഓക്കെ. ആ ശാരീരികാരോഗ്യം എങ്ങനെ ഉണ്ടെന്നുള്ള അനുസരിച്ചാണ് നമ്മുടെ സ്പീഡ് തിരിച്ചറിയുകയും ചെയ്യാം. അതെ, ശാരീരികാരോഗ്യം എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിന്റെ എഞ്ചിനാണ്. അത് എത്രത്തോളം ശക്തിയുണ്ട്, എത്രത്തോളം പവറുണ്ട്, എത്രത്തോളം സ്പീഡുണ്ട്, ഇതെല്ലാം തീരുമാനിക്കുന്ന ആ ശാരീരികാരോഗ്യം, അല്ലേ? പക്ഷേ അപ്പം മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം എന്താ? അതൊരു ഇൻടാൻജിബിൾ വസ്തുവാണ്. എങ്ങനെ കണ്ടുപിടിക്കും? തീർച്ചയായിട്ടും. അത് ഡോക്ടർ, എൻ്റെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ ഒരാള് സ്വന്തമായിട്ട് ആ പുള്ളിക്കാരനെ അസസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ മാനസികാരോഗ്യം കറക്റ്റല്ല, എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം എന്ന് സ്വന്തമായിട്ട് ചിന്തിച്ചെടുക്കാനുള്ള ഒരു ഇത് എന്താ പറയുന്നത്, ഒരു മാനസിക ഉദ്ദേശം കിട്ടുമോ അതിൽ ഒരാൾക്ക്? അതോ ആരെങ്കിലും പറയണോ ഇദ്ദേഹം നിങ്ങൾ പോകണം, സൈക്കാട്രിസ്റ്റാണ്, നിങ്ങൾ കാണണം, അങ്ങനെയൊക്കെ? അത് തിരിച്ചറിയാൻ പറ്റും. ഞാനിപ്പോൾ ഈ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം പറയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. മനസ്സ് ആരോഗ്യത്തിലാണോ എന്നുള്ളതിൻ്റെ ആ ഒരു പ്രാധാന്യം പറയുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ശാരീരിക ആരോഗ്യമാണ് എഞ്ചിൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്പീഡ്, അതിൻ്റെ എത്ര സ്പീഡിൽ പോകുന്നു, എത്ര പതുക്കെ പോകുന്നു, ഇതെല്ലാം തീരുമാനിക്കുന്നത് അതാണ്. അപ്പം മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം എന്താ? മനസ്സെന്താണ്, മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അത് ഈ വാഹനത്തിൻ്റെ ഏത് ഭാഗമായിട്ട് വരും എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞാൽ മനസ്സ് എന്ന് പറയുന്നത് ആ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ്. എനിക്ക് മനസ്സിലാകും. അതായത് ആ വാഹനം ഏത് ദിക്കിൽ പോകണം എന്ന് തീരുമാനിക്കുന്നത് മനസ്സാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാകും. ഇപ്പോ ആ എഞ്ചിൻ അഥവാ ഓക്കെ പവർ ഉണ്ടെങ്കിൽ നല്ല സ്പീഡിൽ ഓടുന്നു, പക്ഷെ എഞ്ചിൻ പ്രവർത്തിക്കുന്നില്ല എന്ന് വെച്ചോ, അതായത് ഫിസിക്കൽ ഹെൽത്ത് മോശമാണ്. അപ്പൊ ആ വാഹനത്തിനെ തള്ളിയോ വലിച്ചോ എങ്കിലും നീക്കാം,
പറ്റും, നീക്കാൻ പറ്റും. സ്റ്റിയറിംഗ് വീൽ ഇല്ലാണ്ട്. പക്ഷെ സ്റ്റിയറിംഗ് വീൽ ഉണ്ടെങ്കിൽ തല്ലിയാലും വലിച്ചാലും അതിന്റെ ദിക്ക് കറക്റ്റ് ദിക്കിലേക്ക് അത് പോകണമെങ്കിൽ ആ സ്റ്റിയറിംഗ് ആ ഒരു മെക്കാനിസം കറക്റ്റ് ആയിരിക്കണം. അതായത് ഡോക്ടർ ഉപമിക്കുന്നത് ഒരു പാരലൈസ്ഡ് ആയിട്ടിരിക്കുന്ന മനുഷ്യനും, അതായത് ബോഡി എൻജിൻ തകരാറായിരിക്കുന്ന മനുഷ്യനും ഡിക്ക് കറക്റ്റായിട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റിയറിംഗ് വീൽ ഇല്ലാതെ മാനസികാരോഗ്യം നന്നായിരിക്കണം. അതാണ് മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം. അപ്പോൾ മനസ്സ് സ്റ്റഡി ആണെങ്കിലാണ് ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ള തീരുമാനിക്കാനും ആ ഡയറക്ഷനിൽ പോകാൻ നമ്മളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഡയറക്ഷനിൽ നമ്മളെ ഈ പറഞ്ഞ സ്റ്റിയറിംഗ് വീലിന് പറ്റുന്ന പ്രശ്നങ്ങൾ ഡോക്ടറിന് അറിയാലോ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ സ്റ്റിയറിംഗ് വീൽ നമ്മൾ എങ്ങനെ ശുശ്രൂഷിക്കണം, പരിചരിക്കണം, നേർച്ചർ ചെയ്യണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഭാഗം, ഇത് വാഹനത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കണ്ടീഷനാക്കി വെക്കണമെങ്കിൽ അതിന് വേണ്ട സർവീസ് വേണം, അല്ലേ? എന്താണ് ഇപ്പം പണ്ടത്തെ മെക്കാനിക്സ് ഇതാണെങ്കിൽ ഓയിൽ വേണം, ഗ്രീസ് വേണം എന്ന് പറയാം. കുറെ ടാബ്ലറ്റ്സ്. അതെ, ഓയിൽ വേണം, ഗ്രീസ് വേണം, അതിനെ കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യണം, അല്ലേ? അതെ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ മനസ്സിനും കറക്റ്റ് സമയത്ത് സർവീസ് വേണം. അതായത് നമ്മുടെ ദിനചര്യകൾ, നമുക്ക് മെഡിറ്റേഷൻ, അതുപോലുള്ള പ്രാക്ടീസുകൾ, പോസിറ്റീവ് തിങ്കിങ്, ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ പോസിറ്റീവ് തിങ്കിങ്, നമ്മുടെ മെഡിറ്റേഷൻ, നമ്മുടെ മൈൻഡ് കൺട്രോൾ, ഇതെല്ലാമാണ് ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ സർവീസ് എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ ഡോക്ടർ, ഈ പറഞ്ഞ ഈ മാനസികാരോഗ്യം, നമ്മുടെ ഈ വെഹിക്കിൾ വണ്ടി എടുത്താൽ തന്നെ ഇത് ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കണ്ടു വരുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ഏജ് ഗ്രൂപ്പ്? 0 to 18 ആണോ, 18 to 30 ആണോ, 30 to എങ്ങനെ ഏജ് ഗ്രൂപ്പ്? അതിൽ ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങളുമായിട്ട് ഡോക്ടറിനെ സമീപിക്കുന്ന ആൾക്കാരുടെ ഏജ് ഗ്രൂപ്പ് ഏത് ഇതിലാണ്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ഏജ് ഗ്രൂപ്പിലും ഓരോ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ, അല്ലേ? അപ്പം ഒരു ടീനേജിലുള്ള ഒരു കുട്ടിയിലുള്ള പ്രശ്നങ്ങൾ വേറെ, ഒരു കൗമാരത്തിലുള്ള പ്രശ്നങ്ങൾ വേറെ, ഒരു യുവാവിലുള്ള പ്രശ്നങ്ങൾ വേറെ, അല്ലേ? അവർ അത് പിന്നെ ഒരു വാർദ്ധക്യത്തിലുള്ള പ്രശ്നം വേറെ, അല്ലേ? അപ്പോൾ ഓരോരുത്തരും കടന്നു പോകുന്ന ജീവിതത്തിലെ ആ സാഹചര്യങ്ങളനുസരിച്ച് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വേറെയാണ്, അല്ലേ? അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ മാനസികാരോഗ്യം നമുക്ക് എങ്ങനെ കാത്തു സൂക്ഷിക്കാം? പ്ലസ് പണ്ടത്തെ കാലത്തുള്ള സൈക്കാട്രി അല്ല ഇപ്പോഴത്തേത്. പണ്ട് ചില സൈക്കാട്രിക് ഇഷ്യൂസ് കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി കുറേ മെഡിസിൻസ് എഴുതി തരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടും ഫണ്ടമെൻ്റലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ടെക്നിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഡോക്ടർ ഒന്ന് വ്യാഖ്യാനിക്കാമോ? ഓക്കെ, അത് ഈ മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് നല്ല ആരോഗ്യത്തിൽ മനസ്സിനെ കൊണ്ടുപോകണമെങ്കിൽ അതിന് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കണം, അല്ലേ? അതായത് നമ്മുടെ ശീലങ്ങൾ, ദൈനംദിന ശീലങ്ങൾ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ കൊള്ളാം, അല്ലേ? ഞാൻ ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ട്, എനിക്ക് എന്നെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അതെ, എനിക്ക് എന്നെ ഇഷ്ടമാണ്. അതാണ് സെൽഫ് കോൺഫിഡൻസ്. ഇപ്പോൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ കൊള്ളാം എന്ന് എനിക്കറിയാം, എനിക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് തോന്നണമെങ്കിൽ ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം. അതിന് ഒരു രാവിലെ എണീക്കുന്നത് മുതൽ കിടക്കുന്നവരെയുള്ള വ്യായാമം, അതെ, അതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ പറയും. എണീക്കുന്ന സമയം, വിചാരിക്കുന്ന സമയത്ത് എണീക്കുന്നുണ്ടോ, അത് കഴിഞ്ഞ് വ്യായാമം ചെയ്യുന്നുണ്ടോ, ഭക്ഷണക്രമം, അല്ലേ? ഭക്ഷണം വലിച്ചു വാരി തിന്നാൽ നമുക്കത് എന്തോ തെറ്റാ ചെയ്തതെന്ന് നമുക്ക് തന്നെ തോന്നും. അത് നമ്മുടെ ആത്മവിശ്വാസം കുറയ്ക്കും. അതേസമയം ആരോഗ്യകരമായി ആഹാരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൊള്ളാം, ഞാൻ വേണ്ടത് ചെയ്യുന്നുണ്ട്, അല്ലേ? പിന്നെ ബാക്കി ദിനചര്യകളെല്ലാം, നമ്മുടെ വായിക്കാനുള്ള കാര്യങ്ങൾ, ചെയ്യാനുള്ള പ്രവൃത്തികൾ, മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അല്ലേ? ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കൊള്ളാമെന്ന് എനിക്ക് തോന്നും. അതാണ് എൻ്റെ ആത്മവിശ്വാസം, അല്ലേ? പിന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകൽ, അത് അവർ പറയുന്നതിനെ നമ്മൾ എങ്ങനെ കാണും, അവരുമായിട്ട് ഞാൻ എങ്ങനെ സൗമ്യമായിട്ട് വിനയത്തോടെ പെരുമാറും, അല്ലേ? മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടാതെ വരും, ഒരു കുറ്റബോധം വരും, ഇല്ല? ഡോക്ടർ, അപ്പോൾ നമ്മുടെ ശാരീരിക ആരോഗ്യമാണോ
മാനസിക ആരോഗ്യമാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇപ്പോൾ എല്ലാ ശാരീരികാരോഗ്യത്തിന് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പം എക്സസൈസ് ചെയ്യുന്നുണ്ട് എല്ലാവരും, അല്ലെങ്കിൽ അത് ശാരീരികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പലരും, എല്ലാവരും അല്ല പലരും. അതിനൊരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു രോഗം വന്നാൽ, ശരീരത്തിനൊരു രോഗം വന്നാൽ, ശാരീരികമായിട്ടൊരു രോഗം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചികിത്സിക്കാൻ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിപ്പോകാറുണ്ട്. ഓക്കെ. എന്നാൽ അത് മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ ആ ഒരു ഇതുണ്ടോ, ആ ഒരു പ്രാധാന്യം ആളുകൾ കൊടുക്കുന്നു? അതൊരു സ്റ്റിഗ്മ, പേടിയാണ് സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് ഒരു നാണക്കേട് അല്ലേ. അതെ, അത് കഴിഞ്ഞ ജനറേഷനുകളിൽ അത് കൂടുതലായിട്ടുണ്ടാകും. ഇപ്പോഴത്തെ വന്ന ജനറേഷനിൽ അത് കുറഞ്ഞു വരുന്നുണ്ട്. അത് നമുക്കൊരു എപ്പിസോഡ് അതിനുവേണ്ടി തന്നെ ചെയ്യണം. ഒരു സ്റ്റിഗ്മയെ കുറിച്ച് നമുക്കൊരു എപ്പിസോഡ് ചെയ്യാം. ആക്ച്വലി മെന്റൽ സ്റ്റിഗ്മ മാറേണ്ട സമയം കഴിഞ്ഞു, അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം. അതെ, ഇതിപ്പോ ഇപ്പം ഏതാണ് കൂടുതൽ പ്രധാനം എന്ന് ചോദിച്ചാൽ ശാരീരികാരോഗ്യമാണോ മാനസികാരോഗ്യമാണോ ഏറ്റവും പ്രധാനം? എല്ലാവരും സാധാരണ പറയുന്നത് രണ്ടും തുല്യമായ പ്രാധാന്യമുള്ളതാണ്. ശാരീരികാരോഗ്യത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം മാനസികാരോഗ്യത്തിനും കൊടുക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞാനത് പറയുന്നത് ശരിയാണ്, തുല്യമായ പ്രാധാന്യം കൊടുക്കണം. പക്ഷേ ഇപ്പോൾ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, നല്ല മസിലൊക്കെ ഉണ്ട്, വളരെ ഫിറ്റാണ്, വളരെ മസ്കുലാർ, നല്ല ഫിറ്റാണ്. പക്ഷേ ആ ആളിന് ഒരു മാനസികമായ അത്ര ആരോഗ്യമില്ലെന്ന് വെച്ചു. അതായത് ആ ആൾ ഡിപ്രസ്ഡ് ആണെന്നോ, അല്ലെങ്കിൽ ആ ആള് ആങ്ഷ്യസ് ആണ്, ആ ആളിനൊരു ആത്മവിശ്വാസമില്ല, ഒന്നും ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസമില്ലെങ്കിൽ ഈ ശാരീരികാരോഗ്യമെല്ലാം അല്ലേ ഒരു പ്രയോജനമില്ല. ആ കാര്യങ്ങൾ ചെയ്യാതെ ആള് പിൻവലിഞ്ഞു നിൽക്കും. അതേ സമയത്ത് ശരീരം വളരെ തളർന്ന് അല്ലെങ്കിൽ ക്ഷീണിച്ച് ആരോഗ്യമില്ലാത്തൊരു ആള്, പക്ഷെ മനസ്സുകൊണ്ട് ആള് നല്ല ഉറപ്പാണ്, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് നടക്കാൻ വയ്യെങ്കിൽ എഴഞ്ഞെങ്കിലും പോയി കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാളെ പറഞ്ഞു വിട്ടെങ്കിലും കാര്യങ്ങൾ സാധിക്കാം അല്ലേ. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ആ ഒരു ഉപമയില്, അതായത് വാഹനത്തിന്റെ ഉപമയിൽ ഞാൻ അതാ പറഞ്ഞത്. ഇപ്പോ എഞ്ചിൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ കാറ് തള്ളിയോ വലിച്ചോ എങ്കിലും നീക്കാൻ പറ്റും. അതേസമയം ആ നീക്കുമ്പോൾ അതിന്റെ ദിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോട്ട് പോകണമെങ്കിൽ ആ സ്റ്റിയറിംഗ് നല്ലതായി പ്രവർത്തിക്കുന്നെങ്കിലല്ലേ പറ്റൂ. അപ്പം ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം അതിൽ തന്നെ വളരെ വ്യക്തമാണ്. ഡോക്ടർ, ഒരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുവോ അതിനെ സംബന്ധിച്ച് നമ്മുടെ മാനസികാരോഗ്യം ബെറ്റർ ആവും. അതേപോലെ നമ്മുടെ മനസ്സ് എങ്ങനെ എന്ത് സംഗതികൾ ഫീഡ് ചെയ്യുന്നോ, എന്ത് ഇൻഫർമേഷൻ നമ്മൾ എന്ത് വായിക്കുന്നു കാണുന്നു, അത് നമ്മുടെ ശരീരത്തിൽ കൂടെ ബാധിക്കില്ല. ഇതൊരു ഇന്റർലിങ്ക്ഡ് പ്രോസസ് അല്ലേ? തീർച്ചയായിട്ടും വളരെ ഇന്റർലിങ്ക്ഡ് പ്രോസസ്സ് തന്നെയാണ്. അതായത് ഇപ്പോൾ ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യമുണ്ടെങ്കിൽ മാനസികമായി നമ്മുടെ പരിശീലനങ്ങളും നമുക്ക് നല്ലതായിട്ട് നടത്താൻ പറ്റുന്നു. അതുപോലെ തന്നെ മനസ്സ് നല്ല ആരോഗ്യകരമാണെങ്കിൽ ആത്മവിശ്വാസമുണ്ട്, സന്തോഷമുണ്ട്, ധൈര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിൽ വ്യായാമം ചെയ്യാനും അല്ലേ, ആഹാരക്രമങ്ങൾ നിയന്ത്രിക്കാനും വേണ്ട രീതിയിൽ ചെയ്യാൻ നമുക്ക് പറ്റും അല്ലേ. അപ്പം മാനസികാരോഗ്യം നല്ലതാണെങ്കിൽ ശരീരത്തിന് നല്ലപോലെ നോക്കാം, ശാരീരികാരോഗ്യം നല്ലതാണെങ്കിൽ മനസ്സിനെയും നല്ലപോലെ നോക്കാം. അത് തമ്മിൽ ഇന്റർലിങ്ക്ഡ് ആണ്. ഇതിപ്പോൾ നമ്മൾ നോക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ദിനചര്യകൾ. ഇപ്പോൾ എൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ, കോളേജിലൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയം തൊട്ട് എഴുന്നേറ്റ് ബെഡൊന്നും ക്ലീൻ റെഡിയാക്കാതെ അപ്പം തന്നെ എഴുന്നേറ്റ് പല്ലും തേച്ച് കോളേജിൽ പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. ബട്ട് ഓവർ പീരീഡ് ഓഫ് ടൈം, പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എഴുന്നേറ്റുടനെ ബെഡ് ഷീറ്റ് മടക്കി വയ്ക്കാൻ തുടങ്ങി. അതാണ് ആദ്യത്തെ കാര്യം ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതേപോലെ ആണോ സാധാരണ ആൾക്കാരുടെ ലൈഫിലും മാനസികാരോഗ്യം ബെറ്റർ ആക്കുന്ന രീതികൾ? ദിനചര്യകളെ കുറിച്ചാണല്ലോ പറയുന്നത്. അതായത് ജീവിതത്തിൽ ഒരു ചിട്ടയായിട്ട് പോകുന്നുണ്ടോ, ഒരു നല്ല ഹെൽത്തി ഹാബിറ്റ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. ചിട്ടയായിട്ട് പോകുന്നുണ്ട്, കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം രാവിലെ ഒരു സമയത്ത് എണീക്കണം എന്ന് ആഗ്രഹിച്ചു,
6 മണിക്ക് എണീക്കണമെന്ന് ഒരാൾ തീരുമാനിച്ചു, പക്ഷേ മടി പിടിച്ച് കിടന്നു, എണീറ്റില്ല, എഴുന്നേൽക്കാൻ പറ്റിയില്ല, അല്ലേ? അപ്പൊ എന്ത് പറ്റും ആളിന്? ഇത് വിൽ പവർ അല്ലേ? വിൽ പവർ എന്നല്ല, ഒരു ശീലവും കൂടാണ്, അല്ലേ? ഇപ്പം ഡോക്ടർ, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്കൊരു വിൽ പവർ ഇങ്ങനെ രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നു? കാരണം ഞാൻ ഒരുപാട് കേസസ് വായിച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു രാവിലെ എഴുന്നേക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. നമ്മളിപ്പം മാനസിക ആരോഗ്യത്തിനെ കുറിച്ച് പറയും. ഇപ്പം മാനസിക രോഗങ്ങൾ വരുമ്പോൾ എങ്ങനെയാന്നുള്ളത് നമുക്ക് വീണ്ടും സംസാരിക്കാം. മാനസിക രോഗങ്ങളിൽ എങ്ങനെയാണ് ഓരോ ഭാഗത്തും, അല്ലെ, ഓരോന്നിനെയും ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് അതൊരു എപ്പിസോഡ് ചെയ്യാം. ഇപ്പം മാനസിക ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, ഇപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ചു, രാവിലെ എണീക്കണം, രാവിലെ എഴുന്നേറ്റ് എനിക്ക് ദിനചര്യകൾ ചെയ്യണം, എക്സസൈസ് ചെയ്യണം എന്നാഗ്രഹിച്ചു, പക്ഷേ മടി പിടിച്ച് കിടന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ എണീക്കണം എന്ന് വിചാരിച്ച ആൾ എണീറ്റില്ല. അപ്പം എണീറ്റ് ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു കുറ്റബോധമാണ്, എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു, അല്ലേ? ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ ചെയ്തില്ല, അപ്പം ഞാൻ കൊള്ളത്തില്ല എന്നൊരു തോന്നൽ. മാനസികാരോഗ്യ കുറവ് ഇങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മളെ. അപ്പം നമുക്ക് ഇപ്പം എന്നെക്കുറിച്ച് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് എൻ്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കും, അല്ലേ? മനസ്സിലായി. അപ്പം അതേ സമയത്ത് ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തു, അത് കറക്റ്റായിട്ട് ചെയ്തു. ഓക്കെ, 6 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചു, ഞാൻ 6 മണിക്ക് എണീറ്റു. അത് ഒരു 2 ദിവസം ചെയ്തു, 3 ദിവസം ചെയ്തു, 4-ാമത്തെ ദിവസം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആത്മവിശ്വാസം വീണ്ടും പോയി, അല്ലേ? അപ്പം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട്, ക്രമമായിട്ട് എല്ലാ ദിവസവും റെഗുലറായിട്ട് ചെയ്ത് വരുമ്പോൾ, കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അതൊരു പുതിയ ശീലമായി മാറും. മനസ്സിലായി. ആ ശീലം വീണ്ടും കുറേ നാൾ പരിശീലിച്ച് കഴിയുമ്പോൾ അതൊരു സ്വഭാവമായി മാറുന്നു. വീണ്ടും കുറേ നാൾ പരിശീലിച്ച് കഴിയുമ്പോൾ അതൊരു വ്യക്തിത്വമായി മാറും, ക്യാരക്ടറായി മാറുന്നു. അതെ. അപ്പം അങ്ങനെ ഒരു ശീലവും സ്വഭാവവും വ്യക്തിത്വവും ആയി കഴിയുമ്പോൾ പിന്നെ അത് എളുപ്പമാണ് ചെയ്യാൻ, അല്ലേ? അതേസമയം ഒരു ശീലമായി വരുന്നവരെ നമ്മളെ ഫോഴ്സ് ചെയ്ത് നമ്മളെ കോൺഷ്യസ് ആയിട്ട് ട്രൈ ചെയ്താണ് ചെയ്യുന്നത്. അതേസമയം കൂടുതൽ പ്രാക്ടീസ് അനുസരിച്ച് നമ്മൾ എക്സ്പേർട്ട് ആവുന്നു, നമ്മൾ അത് വളരെ ഓട്ടോമാറ്റിക് ആവുന്നു. അതാണ് പറയുന്നത്. ഒരു കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? ഞാൻ കുറെ കമ്പനീസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 5-6 കമ്പനീസ് ടു ബി പ്രിസൈസ്. അപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഞാനിങ്ങനെ സൈക്കോളജിസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാം. അതേപോലെ തന്നെ ഈ മാനസികാരോഗ്യത്തെ ബന്ധപ്പെട്ട് സ്കൂളുകളിലും കോളേജിലും ഒക്കെ സൈക്കോളജിസ്റ്റ് അഥവാ സൈക്കാട്രിസ്റ്റ് എന്തെങ്കിലും ഇഷ്യൂസ് കുട്ടികളുടെയോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവരുടെയോ, അതിനെപ്പറ്റി ഡോക്ടറിൻ്റെ അഭിപ്രായം? വളരെ നല്ലൊരു കാര്യമാണ്. അത് പല സ്കൂളുകളും നടപ്പാക്കുന്നുണ്ട്. അത് ആ സ്കൂളുകളുടെ ലെവല് പോലെ ഇരിക്കും. ഇപ്പം തൊഴിലിടങ്ങളിൽ തന്നെ എത്ര തൊഴിലിടങ്ങളിലുണ്ട് എന്നോട് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ്, അല്ലേ? ഇപ്പം തൊഴിലിടങ്ങളിൽ അതിന് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ വളരെ, ഇപ്പോൾ മനസ്സിന് ഒരു ടെൻഷനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കേണ്ട പ്രാധാന്യത്തോടെ അതിനെ കാണുന്ന ഒരു തൊഴിലിടങ്ങൾ ഉണ്ട്. ഇന്നത്തെ കാലത്ത് പല IT കമ്പനീസ് ആണെങ്കിലും വളരെ ഹൈടെക് കമ്പനീസ് അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലേ? കാലമനുസരിച്ച് മാനസികാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം ഇന്ന് പല പ്രവർത്തന മേഖലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കൊടുക്കുന്നുണ്ട്. പണ്ടതൊന്നും ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ മാനസികാരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ സ്റ്റിഗ്മ ഒക്കെ ഉണ്ടായത്, അല്ലേ? കാരണം അതെന്തോ മറച്ചു വെക്കേണ്ട കാര്യമാണ്, അതൊരു രഹസ്യമായി വെക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരു തെറാപ്പി എടുക്കുക അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുക എന്ന് പറയുന്നത് എന്തോ മറച്ച് രഹസ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് രീതി മാറി. അതേസമയം മനസ്സിന് ഒരു സഹായം എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കഴിവാണ്, അല്ലേ? വേണ്ട സഹായം വേണ്ട സമയത്ത് എടുക്കാൻ, അതെ, അല്ല, വേണ്ട സഹായം വേണ്ട സമയത്ത് ഒരാൾക്ക് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ കഴിവല്ലേ അത്? അതെ. അപ്പം അത് എനിക്കൊരു സഹായം ആവശ്യമാണ് എന്ന് തിരിച്ചറിയാനും ആ വേണ്ട സമയത്ത് പോയി ആ സഹായം എടുക്കുക എന്ന് പറയുന്ന ഒരു ബലഹീനതയല്ല, അതൊരു കഴിവ് തന്നെയാണ്, കഴിവാണ്. അതൊരു നീഡ് എന്താ പറഞ്ഞ
വേണം അത്. അതെ, ഇതിപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ല, അതൊരു നെസസിറ്റി തന്നെയാണ്. ഒരു ബർത്ത് റൈറ്റ് ആണ്. അതെ, ഒരു നെസസിറ്റിയാണ്. അതൊരു വളരെ അത്യാവശ്യമുള്ളൊരു അല്ലേ, വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. സമൂഹം എന്തുകൊണ്ട് മാനസികാരോഗ്യത്തിന് ഇനി ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം? സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞു, ഇപ്പോൾ എല്ലാവരും സ്റ്റിഗ്മയിലാണ്. പക്ഷേ സമൂഹം എങ്ങനെ ഇത് ഏറ്റെടുത്ത് ഒരു നല്ലൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക ഇതിലൂടെ? തീർച്ചയായും. ഇപ്പം ഈ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ, ഇത് മറ്റുള്ളവർ ഓരോരുത്തരും പരസ്പരം എങ്ങനെ മറ്റൊരാളെ സ്വീകരിക്കുന്നു, ഇല്ലേ, ഒരാളുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വീകരിക്കുന്നു. പരിശീലിപ്പിക്കാൻ പറ്റുമോ നമുക്ക്? പിന്നെന്താ. ഇപ്പോൾ ഞാൻ ഒരു ഭയങ്കര മുൻകോപിയാണ്. എന്നോട് സംസാരിക്കുന്ന എല്ലാവരും അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പോൾ എന്നെ പരിശീലിപ്പിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണോ? അതെയോ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇദ്ദേഹം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തോട് ഇങ്ങനെ പെരുമാറാവും? അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് പരിശീലനമാണ് കിട്ടുന്നവർക്കോ അതോ കൊടുക്കുന്നവർക്കോ? ആർക്കാണ് എന്ത് തോന്നുന്നത്? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഞാനൊരു ദേഷ്യക്കാരനാണ് എന്ന് പലരും പറയാറുണ്ട്. എൻ്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാറില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കാറുള്ളത്, ഈ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാറില്ല എന്ന് പറഞ്ഞു, പക്ഷേ സാധാരണഗതിയിൽ വളരെ സർവ്വസാധാരണമായിട്ട് എല്ലാവരും കാണുന്നത് നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരോട് നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. അതെ, അതേസമയം ആ സ്വാതന്ത്ര്യം ഇല്ലാതെ ബഹുമാനം കൊടുക്കേണ്ടവരോട് നമ്മൾ ദേഷ്യപ്പെടുന്നില്ല. അതേസമയം അതേ പെരുമാറ്റം ആ ബഹുമാനം കൊടുക്കേണ്ടവരുടെ ഇന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കുള്ളിൽ ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ അതിനെ നമ്മൾ അടക്കുന്നു. സ്വാതന്ത്ര്യമുള്ളവരോട് നമ്മൾ അടക്കുന്നില്ല, നമ്മളത് പുറത്ത് കാണിക്കുന്നു. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ഒരാളോട് ബഹുമാനം കൊടുക്കേണ്ടിടത്ത് നമ്മൾ ഉള്ളിൽ ദേഷ്യം വന്നാലും അതിനെ നിയന്ത്രിച്ചു. ചിലപ്പോൾ ഒരു പ്രഷർ കുക്കർ പോലെ ആയിരിക്കില്ല ഡോക്ടർ ഇങ്ങനെ നിയന്ത്രിച്ച് ആയിക്കോട്ടെ, പ്രഷർ കുക്കർ ആണെങ്കിലും ഉള്ളിൽ അത് നിയന്ത്രിച്ച് പിടിച്ചു. അപ്പൊ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റും. അപ്പം ബഹുമാനം കൊടുക്കേണ്ടിടത്ത് നമ്മൾ ആ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ സ്വാതന്ത്ര്യമുള്ളിടത്ത് നമ്മൾ നിയന്ത്രിക്കാൻ നിയന്ത്രണം വേണ്ട. അതെ, മെനക്കെടുന്നില്ല. നമുക്ക് എന്തും ചെയ്യാം, ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അല്ലേ? അപ്പൊ ആ സ്വാതന്ത്ര്യമുള്ളവരോട് നമുക്ക് എന്തും പറയാനും എന്ത് പെരുമാറാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അത് എന്ത് പെരുമാറിയാലും അവരതിനെ തെറ്റായിട്ട് എടുക്കത്തില്ല എന്ന് തോന്നുന്നത് കൊണ്ട് നമ്മളത് പെരുമാറും. ഡോക്ടർ, നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ലളിതമായ രീതിയിൽ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒരു 5-6 സ്റ്റെപ്സ്. ഇത് ദൈനംദിന രീതികളാണൊന്ന്. ഇപ്പോൾ നമ്മുടെ ഡെയിലി പ്രാക്ടീസസ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഉണരുന്ന സമയം മുതൽ ഉറങ്ങാൻ പോകുന്ന സമയം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ ഉണരണം എന്ന് ഞാൻ ഇന്ന സമയത്ത് ഞാൻ ഉണരണം എന്ന് ആഗ്രഹിച്ചു. ഉണരാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കുറ്റബോധമായി, ആത്മവിശ്വാസമില്ല. അതെ, അത് എൻ്റെ പ്രവൃത്തിയിലെല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യും. അതേസമയം ഞാൻ ഉണരണം എന്ന് വിചാരിച്ചു, ആ സമയത്ത് ഞാൻ ഉണർന്നു. എക്സസൈസ് ചെയ്യണം, വ്യായാമം ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു, ചെയ്തില്ലെങ്കിൽ അതൊരു കുറ്റബോധം. അതേസമയം ഞാൻ ചെയ്താൽ അതെനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കും. അങ്ങനെ ഓരോ പ്രവൃത്തിയും, അല്ലേ? ഇപ്പം മെഡിറ്റേഷൻ ആണെങ്കിലും, ഇപ്പം ശരീരത്തിനും നമുക്ക് വ്യായാമം കൊടുക്കാം, മനസ്സിനും വ്യായാമം കൊടുക്കാം, അല്ലേ? ഏകാഗ്രത ഇംപ്രൂവ് ചെയ്യാൻ, മനസാന്നിധ്യം ഉണ്ടാക്കാനും, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനും. അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിൻ്റെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. അതനുസരിച്ച് പ്രതികരിക്കാനും പെരുമാറാനും പറ്റും. ഒരു സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ എഴുന്നേൽക്കുന്ന മുതൽ അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ അത് കോൺഷ്യസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ സംതൃപ്തനാണോ
ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്യുന്നതാണോ ആയിരിക്കുമോ ഞാൻ ചോദിക്കുന്നത്? അങ്ങനെ വിചാരിച്ച് ചെയ്യണം എന്നല്ല. ഇപ്പം അങ്ങനെ ചെയ്താൽ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചിട്ടല്ല ആരും ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം പരിശീലിച്ച് പുതിയ ശീലം ഉണ്ടാക്കുക. അത് വീണ്ടും പരിശീലിച്ച് പുതിയ സ്വഭാവം ഉണ്ടാക്കുക. അത് വീണ്ടും പരിശീലിച്ച് ഒരു വ്യക്തിത്വം ഉണ്ടാക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി അല്ലേ? അപ്പം പരിശീലിച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് കൊള്ളാം, ഞാനിത് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് തോന്നും അല്ലേ? അത് പിന്നീട് അങ്ങോട്ട് പരിശീലിച്ച് നമ്മുടെ രീതിയായി മാറുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെക്കുറിച്ചൊരു ആത്മവിശ്വാസം ഉണ്ടാവും. എനിക്ക് എന്നെ ഇഷ്ടപ്പെടും, ഞാൻ കൊള്ളാം എന്ന് എനിക്ക് തോന്നും അല്ലേ? എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് സെൽഫ് കോൺഫിഡൻസ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈൻ ഈ പറഞ്ഞത്. അതാണ് ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡിന്റെ പ്രധാന സന്ദേശം, റൈറ്റ്? ഇതാണ് ഏറ്റവും വലിയ ഒരു ലൈന്. ഡോക്ടർ ഇത്രയും കാര്യം പറഞ്ഞതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഓഫ് ദിസ് പോഡ്കാസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്, സമയക്കുറവുകൊണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ സബ്ജക്ട്സുമായിട്ട് നമ്മൾ കാണാം. താങ്ക് യു. ദിസ് ഇസ് അജിത് ഫ്രം Target 3 Consulting. Thank you. Thank you very much. I'm Dr. Srijit Chedugulagan, consultant in psychiatry and behavioral medicine.